12 ലക്ഷവും 12,75,000 രൂപയുമാണ് 2025 ബഡ്ജറ്റ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട രണ്ട് ഫിഗേഴ്സ്. വെറുതെ അല്ല, 7 ലക്ഷം രൂപ വരയ്ക്കും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന അതേ ഗവൺമെന്റ് ആണ് ഇനി നിങ്ങൾ വർഷത്തിൽ 12 ലക്ഷം രൂപ ഉണ്ടാക്കിയാലും 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്നത്. അതായത് ഒരു മാസത്തിൽ 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കിയാലും 1 രൂപ പോലും ഇൻകം ടാക്സ് ആയി ഇന്ത്യ ഗവൺമെന്റിന് കൊടുക്കേണ്ടതില്ല എന്ന് സാരം. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എല്ലാ ഓഫറുകളിലും ഒരു കണ്ടീഷൻ സപ്ലൈ ഉള്ളതുപോലെ ഈ 12 ലക്ഷത്തിലുമുണ്ട് കുറച്ച് കണ്ടീഷൻ സപ്ലൈ. എന്താണ് കണ്ടീഷൻ സപ്ലൈ എന്നുള്ളതല്ലേ? അതെ, ഈ കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസും എന്താണെന്നുള്ളതും അതുകൂടാതെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ക്ലയൻസ് നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ടുകളും, അതായത് 24-25 ഫിനാൻഷ്യൽ ഇയറിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ 12 ലക്ഷം അപ്ലിക്കബിൾ ആവുമോ, നമുക്ക് റീഫണ്ട് കിട്ടുമോ, 12 ലക്ഷത്തി 1 രൂപ ഇൻകം വന്നു കഴിഞ്ഞാൽ ടാക്സ് എത്ര കൊടുക്കേണ്ടി വരും, ഈ 12 ലക്ഷം എന്നുള്ളത് എല്ലാ ഇൻഡിവിജ്വൽസിനും അപ്ലിക്കബിൾ ആണോ, ഈ 12 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആളുകൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലേ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹേമന്ത് പുലാനിക്കട്ട്, പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഈ 12 ലക്ഷം വരുമാനം എന്ന് പറയുന്നത് അസസ്മെന്റ് ഇയർ 26-27 അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏപ്രിൽ 2025 മുതൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന വരുമാനത്തിന് മാത്രമേ ഈ 12 ലക്ഷം എന്നുള്ള ലിമിറ്റ് ഉണ്ടാവുകയുള്ളൂ. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ജൂലൈയിൽ ഫയൽ ചെയ്യാൻ പോകുന്ന റിട്ടേണിന് ഈ 12 ലക്ഷം ലിമിറ്റ് അല്ല, പഴയ 7 ലക്ഷം ലിമിറ്റ് തന്നെയാവും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവുക. രണ്ടാമത്തെ കാര്യം, 24 ലക്ഷം രൂപ വരയ്ക്കും ഇനി 30% താഴെയേ ടാക്സ് ഉണ്ടാവുകയുള്ളൂ. പണ്ട് 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 30% ടാക്സ് ആയിരുന്നുവെങ്കിൽ ഇനി 26-27 അസസ്മെന്റ് ഇയർ മുതൽക്ക് 24 ലക്ഷത്തിൽ കൂടുന്ന എമൗണ്ടുകൾക്ക് മാത്രം 30% ടാക്സ് കൊടുത്താൽ മതി. ഇങ്ങനെയാക്കാനായി 25% എന്നുള്ളൊരു പുതിയ റേറ്റ് സ്ലാബുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുതുക്കിയ സ്ലാബ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ, 0 മുതൽക്ക് 4 ലക്ഷം വരെ യാതൊരു ടാക്സും ഇല്ല. 4 ലക്ഷം ബേസിക് എക്സംഷൻ ലിമിറ്റായി വെച്ചിട്ടുണ്ട്. 4 ലക്ഷം മുതൽക്ക് ഓരോ 4 ലക്ഷം ഇൻക്രീസ് ചെയ്യുമ്പോഴും 5% ടാക്സ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാക്കി ഇപ്പോഴത്തെ പുതിയ ടാക്സ് സ്ലാബ്. അതായത് 0 മുതൽ 4 വരെ നിൽ റേറ്റ്, 4 മുതൽ 8 വരെ 5%, 8 മുതൽ 12 വരെ 10%, 12 to 16 15%, ഇങ്ങനെ പോയി 24 ലക്ഷത്തിൽ കൂടിയാൽ 30% ടാക്സ് എന്നുള്ള നിലയിലേക്ക് എത്തിച്ചു. ഇനി ഈ 12 ലക്ഷവും 12,75,000 എന്താണ്, എന്തൊക്കെ കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസുമാണ് ഇതിന്റെ താഴെയുള്ളത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. ആദ്യം, ഈ 12 ലക്ഷം എന്ന് പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽസിനും അപ്ലിക്കബിൾ ആണ്. വെദർ അവർ സാലറി കിട്ടുന്ന ആൾക്കാരാണെങ്കിലും പെൻഷൻ കിട്ടുന്ന ആൾക്കാരാണെങ്കിലും ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ഈ 12 ലക്ഷം അപ്ലിക്കബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ്. പക്ഷേ നിങ്ങൾ ഈ 12 ലക്ഷം ഇൻകം കിട്ടിയാൽ ടാക്സ് അടയ്ക്കാത്ത സ്കീമിൽ വരണമെങ്കിൽ നിങ്ങൾ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ, ന്യൂ റിജൈം ഓപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ 12 ലക്ഷം എന്നുള്ള ഈ സ്ലാബ് ലിമിറ്റിൽ വരികയുള്ളൂ. ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്തവർക്ക് ഇപ്പോഴും 2.5 ലക്ഷം രൂപ വരെ മാത്രമേ ഡിഡക്ഷൻ അല്ലെങ്കിൽ എക്സംഷൻ ഉള്ളൂ. 2.5 ലക്ഷത്തിൽ കൂടുതൽ പോയാൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. സോ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ 12 ലക്ഷം എന്നുള്ള ലിമിറ്റ് ഉള്ളൂ. ഇനി സാലറീഡ് ക്ലാസ്സിന് ഇതേ 12 ലക്ഷം തന്നെയാണ് ടാക്സ് അടയ്ക്കേണ്ടാത്ത പരിധി എന്നുണ്ടെങ്കിലും അവർക്ക് 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുന്നത് കൊണ്ട് ഈ 12 ലക്ഷം എന്നുള്ളത് 12,75,000 രൂപ വരയ്ക്കും സാലറിയും പെൻഷൻ കിട്ടുന്ന ആൾക്കാർക്കും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് മാത്രമേ ഈ 12 ലക്ഷം എന്നുള്ളൊരു ലിമിറ്റ് അപ്ലിക്കബിൾ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. റെസിഡന്റ് അല്ലാത്ത ഇൻഡിവിജ്വൽസിന് 12 ലക്ഷം ലിമിറ്റ് അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, നോൺ റെസിഡൻസിന് 12 ലക്ഷം അപ്ലിക്കബിൾ ആവില്ല. ഇനി നിങ്ങൾ 12 ലക്ഷത്തി 1 രൂപ ഇൻകം വാങ്ങി എന്ന് വിചാരിക്കട്ടെ. ആ 1 രൂപയ്ക്ക് മാത്രമല്ല ടാക്സ് ഉണ്ടാവുക, ബേസിക് എക്സംഷൻ ലിമിറ്റ് ആയിട്ടുള്ള ന്യൂ സ്കീമിന്റെ 4 ലക്ഷം മുതൽക്ക് ടാക്സ് അപ്ലൈ ആവുകയും 4 ലക്ഷം മുതൽ 8 ലക്ഷം വരയ്ക്കും 5% എന്നുള്ള രീതിയിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഈവൻ ടോ നിങ്ങളുടെ വരുമാനം 12 ലക്ഷത്തി 1 രൂപയാണെങ്കിൽ പോലും. പക്ഷേ നിങ്ങൾക്ക് ഈ 12 ലക്ഷത്തി 1 രൂപ മാത്രം ഇൻകം കിട്ടിയത് കൊണ്ട് ഇത്രയും വലിയ ടാക്സ് വരാതിരിക്കാൻ വേണ്ടി
മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കോൺസെപ്റ്റ് ഇൻകം ടാക്സ് ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് മാർജിനൽ റിലീഫ് എന്നും അത് എങ്ങനെ വർക്കാവുമെന്നും നമ്മൾ മുൻപ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മാർജിനൽ റിലീഫ് എന്ന ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി 12 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആളുകൾ റിട്ടേൺ ഫയൽ ചെയ്യണോ? നിങ്ങൾ നിർബന്ധമായും റിട്ടേൺ ഫയൽ ചെയ്യണം. 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിലോ മറ്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിലോ ഈവൻ ദോ 2.5 ലക്ഷം വരുമാനമുള്ള ഇല്ലെങ്കിലും നിങ്ങളുടെ ഡെപ്പോസിറ്റുകളെ ബേസ് ചെയ്ത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്ത TDSകളെ ബേസ് ചെയ്ത്, നിങ്ങളുടെ ഫോറിൻ ട്രാവലിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ബേസ് ചെയ്ത എമൗണ്ട് എത്രയാണോ സ്പെൻഡ് ചെയ്തത് അതിനെ ബേസ് ചെയ്ത്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാവും. ഈവൻ ദോ 12 ലക്ഷത്തിൽ താഴെയാണ് വരുമാനം എന്നുണ്ടെങ്കിൽ പോലും. ഈ ആരൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി പഴയ സ്കീമുകാർക്ക് ഇപ്പോഴും 2.5 ലക്ഷം തന്നെയാണ് ലിമിറ്റ്. 2.5 ലക്ഷത്തിൽ കൂടിയാൽ അവർ റിട്ടേൺ ഫയൽ ചെയ്യുകയും ടാക്സ് പേ ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഇനി എങ്ങനെയാണ് ഈ 4 ലക്ഷം ബേസിക് എക്സംഷൻ ലിമിറ്റായി നിൽക്കുമ്പോഴും 12 ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കേണ്ടാത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻകം ടാക്സിൽ സെക്ഷൻ 87A റിബേറ്റ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നാണ്. ഇതിന് മുൻപും ഉണ്ടായിരുന്നു. ഈ ഒരു റിബേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെയാണ് 12 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കിയാലും ഈവൻ ദോ 4 ലക്ഷം മുതൽ ടാക്സ് തുടങ്ങുമെന്നുണ്ടെങ്കിലും 12 ലക്ഷം രൂപ വരയ്ക്കും റിബേറ്റ് ആയി നിങ്ങൾക്ക് തന്ന് ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. സോ പണ്ട് റിബേറ്റ് 25,000 രൂപയായിരുന്നുവെങ്കിൽ ഇനി 26-27 അസസ്മെന്റ് ഇയർ മുതൽക്ക് റിബേറ്റ് 60,000 രൂപയായി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ, ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ 12 ലക്ഷം രൂപ ടാക്സ് കൊടുക്കേണ്ടാത്ത ലിമിറ്റായിട്ട് നിലനിൽക്കുകയുള്ളൂ. അല്ലാത്തവർക്കെല്ലാം ഈ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്താൽ 4 ലക്ഷം ബേസിക് എക്സംഷൻ ലിമിറ്റും ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്താൽ 2.5 ലക്ഷം ബേസിക് എക്സംഷൻ ലിമിറ്റുമാണ്. ആൻഡ് ഇൻഡിവിജ്വൽസിന് മാത്രമേ ഈ സ്കീം അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് 12 ലക്ഷത്തിന്റെ പിന്നാമ്പുറ കഥകൾ. താങ്ക് യു സോ മച്ച്.